ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റ് ആണ്. വളരെ എളുപ്പമാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു ബീഫ് റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി 1/2 കിലോ ബീഫ് അല്ലെങ്കിൽ പോത്തിറച്ചി എടുക്കുക. നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇത് ആദ്യം ഒന്ന് വേവിച്ച് വെക്കാം. അതിന് വേണ്ടിയിട്ട് കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് അരിഞ്ഞു വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് ക്രഷ് ചെയ്തതുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല കളറിൽ ബീഫ് കിട്ടണം എന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നല്ലതുപോലെ മിക്സ് ആക്കുക. വെള്ളമൊന്നും ഒഴിക്കാതെ നല്ലപോലെ ആ ഒരു വെളിച്ചെണ്ണയിൽ ഈ ഒരു മസാലകളെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി വേവിച്ചെടുക്കുക. ബീഫ് വേവിക്കേണ്ടത് ചെറിയ തീയിലിട്ടാണ്, അതായത് സ്ലോ കുക്ക് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ വേവിച്ചെടുക്കുമ്പോഴാണ് ബീഫ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുക. ബീഫ് വേവിക്കാൻ വേണ്ടി ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കുക. അപ്പോഴേക്കും വളരെ പെട്ടെന്ന് തന്നെ 2 വിസിൽ കേൾക്കാൻ പറ്റും. 2 വിസിലിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഒരു 2 മുതൽ 4 വിസിൽ വരെയൊക്കെ മതിയാവും. സ്ലോ കുക്ക് ചെയ്ത് നല്ലതുപോലെ വെന്ത് കിട്ടിക്കോളും. ഓരോ ബീഫ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. എന്നാലും ഒരു 4 മുതൽ 6 വിസിൽ വരെയൊക്കെ മതിയാവും. സ്ലോ കുക്ക് ചെയ്താലും നല്ല സോഫ്റ്റായി വെന്ത് കിട്ടാൻ. റോസ്റ്റ് റെഡിയാക്കുമ്പോൾ ചതച്ചെടുക്കാൻ വേണ്ടി 2 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. 30 അല്ലി വെളുത്തുള്ളി അല്ലെങ്കിൽ 2 തോടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 1 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ്. എരിവ് കുറച്ചുകൂടി വേണമെന്നുള്ളവർക്ക് ഒരു 3 എണ്ണം വരെ എടുക്കാം. ബീഫ് റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവയുടെ അളവ് കൂടരുത്. ഉലുവയുടെ അളവ് കൂടിയാൽ കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. വളരെ കുറച്ച് മാത്രം മതി. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടാതെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം അല്ലെങ്കിൽ വലിയ ജീരകം കൂടി ചേർത്ത് ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പേസ്റ്റ് പോലെ അരച്ചെടുക്കണം എന്നില്ല, ഇതുപോലെ അങ്ങ് ചതച്ചെടുത്താൽ മതിയാവും. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ആ ഒരു വെളിച്ചെണ്ണയിൽ കിടന്ന് ആ ഒരു എല്ലാത്തിൻ്റെയും പച്ചമണം എല്ലാം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു ബീഫ് റോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാം പച്ചമണം മാറി നല്ലൊരു സ്മെല്ല് വന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു 30 അല്ലി ഉള്ളിയാണ്. അത്യാവശ്യം വലിയ ഉള്ളിയാണ്. നിങ്ങൾക്ക് വളരെ ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു 40 എണ്ണം വരെയൊക്കെ എടുക്കാം, അല്ലെങ്കിൽ ഒരു 250 ഗ്രാം ഉള്ളി ചേർക്കാവുന്നതാണ്. നല്ലതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബീഫ് റോസ്റ്റിലേക്ക് സവാള ചേർക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഉള്ളി തന്നെ ചേർക്കുന്നതാണ്. ബീഫൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉള്ളി ചേർക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുക. സവാള ചേർത്താൽ ചെറിയൊരു മധുരം ഉണ്ടാവും. ഉള്ളി ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർത്തതാണ് ബീഫിൽ, അപ്പോൾ അതനുസരിച്ച് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് വളരെ ചെറിയൊരു ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഉള്ളിയെല്ലാം വഴണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന സമയത്താണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കേണ്ടത്. നല്ലതുപോലെ വഴറ്റി ആ ഒരു ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് എത്തണം. എന്നാൽ മാത്രമേ ഈ ഒരു ബീഫ് റോസ്റ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടിയായാലും മതി, 1 ടീസ്പൂൺ ചേർക്കാം. 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി തന്നെയാണ് ചേർക്കുന്നത്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. പൊടികൾ ചേർക്കുന്ന സമയത്ത് തീ കുറച്ച് വെക്കാൻ മറക്കരുത്, അല്ലാന്നുണ്ടെങ്കിൽ പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. തീ കുറച്ച് വെച്ചതിന് ശേഷം പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കുറച്ച് അധികം കറിവേപ്പില തന്നെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ വഴണ്ടതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കണം. ബീഫിൽ അധികം വെള്ളമൊന്നും ഉണ്ടാവില്ല. വെന്ത് വന്നിട്ടുള്ള ബീഫിൽ കുറച്ച് വെള്ളം ഉണ്ടാവുള്ളൂ. അത് അതേപടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 1/4 കപ്പ് വെള്ളം ആ ഒരു ബീഫിൻ്റെ പാത്രത്തിൽ തന്നെ ഒന്നങ്ങ് മിക്സ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ എക്സ്ട്രാ കുറച്ചൊരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ആക്കി കൊടുക്കാം.
ഈ ഒരു ബീഫ് നല്ലതുപോലെ വെന്തിട്ടുള്ള ബീഫാണ്. ഇനി ഒരുപാട് നേരിട്ട് നമുക്ക് വേവിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു മസാല എല്ലാം ഒന്ന് മിക്സാക്കി പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായി മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനുണ്ട്. ഒരു 3 തക്കാളി വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. തക്കാളി കുറച്ച് അധികം തന്നെ ഈ ഒരു ബീഫ് റോസ്റ്റിലേക്ക് അവസാനം ചേർത്ത് കൊടുക്കണം. ആ ഒരു തക്കാളിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. 3 മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഉള്ളത്. വലിയ കഷ്ണങ്ങളാക്കി ഇടണ്ട, വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാൽ മതി. ഇനി ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു തക്കാളിയിൽ കിടന്നിട്ട് ഈ ഒരു ബീഫ് ഒന്നുകൂടി ഒന്ന് മിക്സായി വരണം. അതിനുവേണ്ടി ഒന്നങ്ങ് മിക്സാക്കിയതിന് ശേഷം അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. 15 മിനിറ്റ് ഏറ്റവും ചെറിയ തീയിൽ അടച്ച് വെക്കണം. ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാത്തത് കൊണ്ട് തന്നെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കണം. ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ തക്കാളി വെന്ത് തുടങ്ങും. തക്കാളി നല്ലതുപോലെ വെന്ത് അലിഞ്ഞ് ആ ഒരു ബീഫിൻ്റെ മസാലയിലേക്ക് ഇറങ്ങണം. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ലാസ്റ്റ് തന്നെ ഈ ഒരു തക്കാളി ഇങ്ങനെ ചേർത്ത് കൊടുക്കണം. 15 മിനിറ്റ് ഏറ്റവും ചെറിയ തീയിലൊന്ന് അടച്ചു വെക്കുക. ബീഫിന് വേവൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്, ബീഫ് നന്നായി വെന്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ 15 മിനിറ്റ് അടച്ചു വെക്കുന്നത്. ഈ ഒരു സമയം കൊണ്ട് എല്ലാ ഒരു മസാല അതിലേക്ക് പിടിച്ച് കിട്ടിക്കോളും. ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴൊന്നും എടുത്ത് ഇളക്കാൻ മറക്കരുത്. ഞാനിവിടെ 15 മിനിറ്റിന് ശേഷമാണ് ഇതെടുക്കുന്നത്. ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ലതുപോലെ ആ ഒരു തക്കാളിയെല്ലാം വെന്ത് തക്കാളിയുടെ ഉള്ളിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇറങ്ങി നല്ല ഒരു റോസ്റ്റ് പരുവത്തിൽ ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലുണ്ട്. അതുപോലെ നല്ല രുചിയുള്ള ഒരു റെസിപ്പിയാണ്. ഉള്ളിയെല്ലാം നല്ലതുപോലെ മൂപ്പിച്ച് നല്ല ഫ്രൈഡ് ആയിട്ടുള്ള ഒരു ഉള്ളിയും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു നോമ്പ് കാലത്ത് നമ്മൾ പത്തിരിയുടെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കറി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് റോസ്റ്റായിട്ട് തന്നെ എടുക്കുന്നതാണ് നല്ലത്. എന്നാലാണ് ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് കിട്ടുക. അതുപോലെ ഈ ഒരു റെസിപ്പിയുടെ കൂടെ പഴംപൊരിയും നല്ലൊരു കോമ്പിനേഷനാണ്. പഴംപൊരിയും ബീഫ് റോസ്റ്റും ഇങ്ങനെ ചെയ്തിട്ട് കൂടെ പഴംപൊരിയും കൂടി കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റാണ്. ബീഫ് റോസ്റ്റ് കുറച്ചുകൂടി എരിവൊക്കെ വേണം എന്നുള്ളവർക്ക് എരിവൊക്കെ കൂട്ടിയെടുക്കാം. ഞാനിവിടെ കുറച്ച് എരിവ് കുറച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.